ഇന്നത്തെ നുറുങ്ങ് ഏടാകൂടം എന്ന വാക്കിനെ കുറിച്ചാണ്. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുപോയാൽ, എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ വല്ലാത്ത ഏടാകൂടത്തിൽ ചെന്ന് ചാടി, ഇത് വല്ലാത്തൊരു ഏടാകൂടമായി പോയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എന്താണീ ഏടാകൂടം? മരത്തടി കൊണ്ട് സമമിതിയിൽ നിർമ്മിക്കുന്ന ഏതാണ്ട് റൂബിക്സ് ക്യൂബിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു തരം പസിൽ അഥവാ കളിപ്പാട്ടമാണ് ഏടാകൂടം. ഒരു പ്രത്യേക രീതിയിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മരക്കഷ്ണങ്ങൾ വേർപെടുത്തി അവ പിന്നെയും ഒന്നിച്ചു ചേർക്കുക എന്നതാണ് ഈ കളിയുടെ ലക്ഷ്യം. ഈ കളിപ്പാട്ടം കുട്ടികൾക്ക് അവരുടെ ഏകാഗ്രത മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഏറെ സഹായകരമാണ്. പണ്ടത്തെ കാലത്ത് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും മുതിർന്നവർക്ക് സമയം പോക്കാനും മറ്റും ഇത്തരം ഏടാകൂടങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്ന ഏടാകൂടങ്ങൾ പല ആകൃതികളിലും വലിപ്പത്തിലും ഉണ്ടാക്കാറുണ്ട്. ബുദ്ധിശക്തിയും ക്ഷമയും ഉപയോഗിച്ച് മാത്രമേ വേർപെടുത്തി കഴിഞ്ഞ ഏടാകൂടങ്ങൾ തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ നുറുങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ നുറുങ്ങ് കേൾക്കാം. ഇന്നത്തെ നുറുങ്ങ് എക്കോ എന്ന വാക്കിനെക്കുറിച്ചാണ്. എക്കോ എന്നാൽ പ്രതിധ്വനിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വാക്കിന് പിന്നിലെ രസകരമായ കെട്ടുകഥ അധികമാരും കേട്ടിരിക്കാൻ ഇടയില്ല. ഗ്രീക്ക് പുരാണങ്ങളനുസരിച്ച് നിംഫ് എന്നറിയപ്പെടുന്ന പ്രകൃതി ദേവതകൾ താമസിച്ചിരുന്നത് ഗ്രീസിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് ഒളിമ്പസിലാണ്. ഇവിടുത്തെ ദേവദേവതകളുടെ അധിപനും ആകാശദേവനുമായ സിയൂസ് മനോഹരികളായ നിംഫുകളുമായി സഹവസിക്കാൻ ഇഷ്ടപ്പെടുകയും പലപ്പോഴും അവരെ ഭൂമിയിൽ സന്ദർശിക്കാൻ വരികയും ചെയ്തു. ഇതിൽ സംശയം തോന്നിയ സിയൂസ് ദേവന്റെ ഭാര്യ ഹേറ കാര്യങ്ങൾ കയ്യോടെ പിടിക്കാനായി ഒരു നാൾ മൗണ്ട് ഒളിമ്പസിലെത്തി. എന്നാൽ തൻ്റെ സംരക്ഷണം ഉറപ്പാക്കാൻ സിയൂസ് ദേവൻ പർവ്വത ദേവതയായ എക്കോയെ ഏൽപ്പിച്ചിരുന്നു. സിയൂസിൻ്റെ കൽപ്പനയനുസരിച്ച് സുന്ദരിയും സംസാരപ്രിയയുമായിരുന്ന എക്കോ തൻ്റെ ആകർഷകമായ സംസാരത്തിലൂടെ ഹേറയുടെ ശ്രദ്ധ തിരിക്കുകയും അവരുടെ ആഗമനോദ്ദേശം തന്നെ മറക്കത്തക്ക വിധത്തിൽ ഏറെ നേരം സംഭാഷണത്തിൽ മുഴുക്കുകയും ചെയ്തു. വൈകിയാണെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ ഹേറ കോപം കൊണ്ട് ജ്വലിക്കുകയും സംസാരം കൊണ്ട് തന്നെ തടസ്സപ്പെടുത്തിയ എക്കോയ്ക്ക് മേലിൽ സ്വന്തമായി സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടട്ടെ എന്നും മറ്റുള്ളവർ പറയുന്നതിൻ്റെ അവസാന ഭാഗം മാത്രം ആവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്നും ശപിച്ചു. ഈ ശാപത്തെ തുടർന്നാണത്രേ സംസാരപ്രിയയായ എക്കോ ദേവത വെറും പ്രതിധ്വനിയായി മാറിയത്. ഇന്നത്തെ നുറുങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.